Hi all, welcome back to my channel. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ പറ്റിയാണ്. നിങ്ങൾ ഈ കാണുന്നതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് നമ്മൾ മോസ്റ്റ് ലാബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ്. എന്തിനു വേണ്ടിയാണ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്? ഏറ്റവും ചെറിയ കണികകളെ അല്ലെങ്കിൽ നമ്മുടെ നഗ്നേത്രങ്ങൾ കൊണ്ട് കാണാൻ വയ്യാത്തവയെ നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് കണ്ടെത്തുന്നു. ഇതാണ് ഒരു മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഐ പീസ്. ഓൾറെഡി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് 2 ഐ പീസുകളാണ് ഉള്ളത്. ഇത് ഓൾറെഡി ഇതിനകത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മാഗ്നിഫിക്കേഷനാണ് ഓൾറെഡി അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് 3 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ലോ പവർ, സെക്കൻഡ് വൺ ഹൈ പവർ ആൻഡ് ദെൻ ഓയിൽ ഇമേർഷൻ ഒബ്ജക്റ്റീവ്സ്. ഇതാണ് പ്രധാനമായി ഇതിനകത്തുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇത് റിവോൾവിങ് നോയ്സ് പീസിൽ ആണ്. അതിൻ്റെ താഴെയാണ് സ്റ്റേജ് കാണപ്പെടുന്നത്. ഈ സ്റ്റേജിലാണ് നമ്മൾ ഓരോന്നും പ്ലേസ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂസ് ആണ് ഈ കാണുന്നത്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാവുന്നത് ആണ്. അതുപോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് സ്റ്റേജ് കാണപ്പെടുന്നത്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് കണ്ടൻസറും ഐറിസ് ഡയഫ്രം കാണാം. ഓൾറെഡി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂസ് ഇതിനകത്ത് ഓൾറെഡി അവൈലബിൾ ആണ്. നമുക്ക് കണ്ടൻസർ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാം. അല്ല എത്ര വേണമെന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കണ്ടൻസർ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂസും അവൈലബിൾ ആണ്. ഇതിൻ്റെ താഴെയാണ് മിറർ കാണപ്പെടുന്നത്. നമുക്ക് ഇലക്ട്രിസിറ്റി കൊടുത്ത് നമുക്ക് ആ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ആ മിറർ പ്രകാശിക്കും. അതിനുശേഷം നമുക്ക് ഓഫ് ചെയ്യുകയോ ഓൺ ചെയ്യുകയോ ചെയ്യാം. അതുപോലെ ഇത് അഡ്ജസ്റ്റിംഗ് നോബാണ്. ഈ അഡ്ജസ്റ്റിംഗ് നോബ് ഉപയോഗിച്ച് നമുക്ക് എത്ര സ്ട്രെങ്ത് കറണ്ടാണോ അല്ലെങ്കിൽ ലൈറ്റാണോ ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് നമുക്കതിനെ റെഗുലേറ്റ് ചെയ്യാവുന്നത് ആണ്.